ആമേൻ. സിറ്റി ചർച്ചിനോട് എനിക്ക് ഇനിയുള്ള ഒരു 20 മിനിറ്റ് നിങ്ങളോട് ഞാൻ ദൈവം നമ്മെ വർദ്ധിപ്പിക്കാൻ പോകുന്നു. ആമേൻ. എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിലേക്ക് വേഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് തിരിക്കാമോ? ആരും ഇനി ഉറങ്ങി കാണിക്കരുത്. 25 നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ആമേൻ. ഒന്ന് ഉറക്കെ ശബ്ദം ഉയർത്തി വായിക്കാമോ? ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് അരുളിച്ചെയ്തു. നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് അരുൾ ചെയ്യുന്നു. ആമേൻ. ഞാൻ എൻ്റെ വചനത്തിന്റെ അകത്ത് ഞാൻ കയറുന്നതിന് മുമ്പ് പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കൊരു പ്രതീക്ഷ, ഒരു അഷ്വറൻസ് തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയരെ, നാം ഇസ്രായേലിലേക്ക് പോയാൽ നമുക്ക് അവിടെ യേശു വെള്ളത്തെ വീഞ്ഞാക്കിയ കൽപാത്രങ്ങളെ കാണാൻ കഴിയും. ആമേൻ. യേശു ജനിച്ച സ്ഥലം നിങ്ങൾക്ക് കാണാൻ കഴിയും. ആമേൻ. യേശു നടന്ന വഴികൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. യേശു ഇരുന്നു പ്രാർത്ഥിച്ച കല്ലുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആമേൻ. യേശു സക്കായെ നീ താഴെ ഇറങ്ങി വാ എന്ന് വിളിച്ചപ്പോ ഇറങ്ങി വന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. പക്ഷേ പ്രിയരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിങ്ങൾ ഇസ്രായേലിൽ പോയാൽ അവിടെ കാണാൻ കഴിയാത്ത ഒരു സാധനമുണ്ട്. നിങ്ങൾക്ക് എന്തെന്നറിയാമോ? ഇന്ന് വരെ കാണാൻ കഴിയാത്ത ഒരു സ്ഥാനമുണ്ട് അവിടെ. അതാണ് the walls of Jericho. ആമേൻ. യെരിഹോ മതിലുകൾ അവിടെ ഇല്ല. ആമേൻ. യോശുവയുടെ കാലത്ത് കർത്താവായ ദൈവം തകർത്ത് ഉടച്ചു കളഞ്ഞ ഒരു മതിലാണ് യെരിഹോ മതിൽ. ആമേൻ. ഞാൻ നിങ്ങൾക്കൊരു ദൂത് ഇതിൽ കൂടെ തരികയാണ്. ദൈവം ഒന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമുക്ക് പ്രതികൂലമായിരിക്കുന്ന ചിലതിനെ ദൈവം തകർത്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, ഇനി അത് നിന്റെ മുന്നിൽ കാണില്ല. ആമേൻ. 24 നിനക്കൊരു രോഗം വന്നുവെങ്കിൽ, 24 ഒരു മല പോലെയുള്ള പ്രശ്നം നിന്റെ ജീവിതത്തിൽ വന്നുവെങ്കിൽ ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, 24 കഴിഞ്ഞു പോയെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ്, 25 നീ ആ രോഗത്തെ, ആ ശാപത്തെ, ആ നിന്ദയെ, ആ പ്രയാസത്തെ നീ ഒരിക്കലും കാണാൻ പോകുന്നില്ല. ആമേൻ. പറഞ്ഞാട്ടെ, പഴയത് നീ എന്റെ ജീവിതത്തിൽ വരാൻ പോകുന്നില്ല. തൊട്ടടുത്ത് ഇരിക്കുന്നവർ പറഞ്ഞട്ടെ, പഴയത് ഇനി കാണാൻ പോകുന്നില്ല. 24 കഴിഞ്ഞു, ഞാൻ പുതിയ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആമേൻ. എന്റെ തലമുറ ഒരു പുതിയ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്റെ ജോലി ഞാൻ ഒരു പുതിയ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്റെ ആരോഗ്യത്തിൽ ഞാൻ ഒരു പുതിയ വർഷത്തിലേക്ക് കയറുകയാണ്. പ്രിയരെ, ഒരു ബർത്ത്ഡേ വരുമ്പോ നമ്മൾ എന്ത് പറയും? അല്ലല്ല, ഹാപ്പി ബർത്ത്ഡേ എന്നല്ല, നിന്റെ മരണ മണി അടുത്തു, കേൾക്കാൻ അടുത്തു എന്നാണ് പറയുന്നത്. പക്ഷെ നാം കർത്താവിൽ ആശ്രയിക്കും. നമ്മൾ പറയണം, ഒരു വർഷം ഞാൻ അടുത്ത വർഷത്തിലേക്ക് കയറുമ്പോൾ ഞാൻ എൻ്റെ മരണത്തിന് അടുത്തല്ല ഞാൻ പോകുന്നത്, ഞാൻ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. അവൻ 25ലേക്ക് കയറുമ്പോൾ നാം വിശ്വാസത്തോടെ പറയണം, I am not going to enter to any curse. ഞാൻ ഒരു ശാപത്തിലല്ല കയറാൻ പോകുന്നത്, ഞാൻ ഒരു വർദ്ധനവിലേക്ക് കയറാൻ പോകുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഇതിന്റെ യഥാർത്ഥ പരിഭാഷയിൽ പറയുന്നത്, ഞാൻ തീർച്ചയായും നിന്നെ അനുഗ്രഹിക്കും. പറഞ്ഞാട്ടെ, തീർച്ചയായും. ആമേൻ. ഈ തീർച്ചയായും എന്ന പദം ആർക്കാണ് ഉപയോഗിക്കുന്നത്? ആമേൻ. ഒരു വ്യക്തിക്ക് ഒരു കാര്യം ചെയ്തു തരാൻ സാധിക്കുമെങ്കിൽ നാം പറയും, തീർച്ചയായിട്ടും അവനത് ചെയ്യാൻ കഴിയും. അല്ലേ അങ്ങളെ? അങ്ങനല്ലേ? തീർച്ചയായും. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഷുവർലി എന്ന പദമാണ്. ആമേൻ. നിങ്ങൾ ഈ 14ന്റെ തൊട്ടു മുമ്പുള്ള വാക്യം വായിക്കണം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, തന്നേക്കാൾ വലിയവനായി ആരുമില്ലാത്തത് കൊണ്ട് ദൈവം തന്നെ തന്നിൽ സത്യമിട്ട് പറയുകയാണ്, ഞാൻ തീർച്ചയായും നിന്നെ അനുഗ്രഹിക്കും,
നിന്നെ വർദ്ധിപ്പിക്കും. ആമേൻ. നാം ആദ്യം മനസ്സിലാക്കേണ്ടത്, ഇത് ആരാണ് പറഞ്ഞത്? നിന്നെ വർദ്ധിപ്പിക്കും, നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞത് ആരാണ്? മനുഷ്യനാണോ? നമ്മുടെ അപ്പനാണോ? നമ്മുടെ അമ്മയാണോ? നമ്മുടെ ബോസാണോ എന്ന് നാം നോക്കണം. ഇവിടെ പറയുന്നു, വിശുദ്ധ വേദ പുസ്തകം പറയുന്നു, ദൈവം തന്നെ താൻ സത്യമിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. ഞാൻ ആ ആത്മാവിൽ നിങ്ങളോട് ഒന്നുകൂടെ പ്രചോദിപ്പിക്കുകയാണ്, നാം വർദ്ധിക്കപ്പെടും. ആമേൻ. നമ്മെ വർദ്ധിപ്പിക്കുന്നത് ഒന്ന്, ഹല്ലേലൂയ, മേൽക്കുമേൽ നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. രണ്ട്, മഴയെ ഈ ഭൂമിയിൽ പെയ്ച്ച് ഇവിടെ സസ്യങ്ങളെ വിളയിപ്പിക്കുന്ന ദൈവമാണ് പറയുന്നത്, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുമെന്ന്. ആമേൻ. ഈ ആരാണ് ദൈവം? സദൃശവാക്യം 3:9 പറയുന്നു, വർദ്ധിപ്പിക്കുന്നവൻ കളപ്പുരകൾ നിറയത്തക്കവണ്ണം, കളപ്പുരകൾ നിറഞ്ഞ് കവിയത്തക്കവണ്ണം നിറയ്ക്കുന്ന ദൈവമാണ് പറയുന്നത്, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും. അമ്മേ, നാം ആശ്രയിക്കുന്ന ദൈവം ആരാണ്? സരസ്വതി, നാം ആരാധിക്കുന്ന ദൈവം ആരാണ്? വർദ്ധിപ്പിക്കുന്ന ദൈവം. ആമേൻ. പ്രിയരെ, നാം മനസ്സിലാക്കണം, 25 എന്തൊക്കെയാണ് ദൈവം വർദ്ധിപ്പിക്കുന്നത്. ആമേൻ. വായിച്ചാട്ടെ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. ഒന്ന് ശബ്ദമുയർത്തി വായിച്ചാട്ടെ. ദൈവം അവരെ അനുഗ്രഹിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി, നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ്. കണ്ടോ, പെരുകി ഭൂമി നിറവീനെന്ന് കർത്താവ് അവരോട് അരുൾ ചെയ്തു. ആമേൻ. What God is going to increase in 2025. പ്രിയ ദൈവമക്കളെ, 25 ഞാൻ പ്രവചിച്ചുകൊണ്ട് നിങ്ങളോട് പറയുന്നത്, ദൈവം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉദരങ്ങളെ ദൈവം തൊടും. ആമേൻ. മച്ചിയായതിനെ ദൈവം തുറക്കും. ഹല്ലേലൂയ. ഉദരങ്ങൾ അടഞ്ഞു പോയതിനെ ദൈവം വർദ്ധിപ്പിച്ച കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കാൻ പോകുകയാണ്. ആമേൻ. നിങ്ങളെ നോക്കി മച്ചിയെന്നും നിങ്ങളെ നോക്കി നിങ്ങളുടെ കുടുംബം ഇനി വർദ്ധിക്കപ്പെടില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, ഞാൻ വിശ്വാസത്തോടെ നിന്നോട് തന്നെ ഞാൻ പറയുന്നു, നിന്റെ വയറ്റിലേക്ക് കൈവച്ചിട്ട് പറ, ഞാൻ അനുഗ്രഹിക്കപ്പെടുകയും ഞാൻ വർദ്ധിക്കപ്പെടുകയും ചെയ്യുമെന്ന് പറയണം. അത്ഭുതം നീ കാണും യേശുവിന്റെ നാമത്തിൽ. 1 തെസ്സലോനിക്കയുടെ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം വായിച്ചാട്ടെ. ആമേൻ. എന്നാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം വർദ്ധിക്കുന്നത് പോലെ കർത്താവ് നിങ്ങൾക്ക് തമ്മിലും എല്ലാവരോടുമുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്നു. പറഞ്ഞാട്ടെ, എന്റെ സ്നേഹത്തെ ദൈവം എന്ത് ചെയ്യുന്നു? വർദ്ധിപ്പിക്കുന്നു. ഇതിനകത്ത് ഭാര്യ ഭർത്താക്കന്മാർ ഒന്ന് കരങ്ങൾ ഉയർത്തിയാട്ടെ. വേഗത്തിൽ ഓടി നിന്റെ ഭാര്യന്റെ അടുത്ത് പോകട്ടെ. ഓടു. ഭാര്യന്റെ അടുത്ത് പോ. ഭാര്യമാർ, നിങ്ങൾ ഭർത്താക്കിന്റെ അടുക്കലേക്ക് വാ. ഓടിപ്പോ. ഭർത്താക്കന്മാർ ഭാര്യന്റെ അടുത്ത് പോ. യേശുവിന്റെ നാമത്തിൽ ഓടിപ്പോ. ആമേൻ. ഭാര്യമാർ ഓടി വന്ന് ഭർത്താവിന്റെ അടുക്കൽ വെക്കുക. യേശു ഓടിപ്പോ. യേശുവിന്റെ നാമത്തിൽ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ. പ്രിയരെ, അവിടെ പറയുന്നു, ഞാൻ സ്നേഹത്തെ വർദ്ധിപ്പിക്കും. ആമേൻ. ഭാര്യമാർ അടുത്തുണ്ടെങ്കിൽ കരങ്ങളൊന്ന് പൊക്കി പിടിച്ചാട്ടെ. പൊക്കിപ്പിടി. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് ഈ വർഷം പറയുകയാണ്, കഴിഞ്ഞ വർഷം വരെ നീ സ്നേഹിച്ചതുപോലെയല്ല ഇനി നീ സ്നേഹിക്കാൻ പോകുന്നത്. ആമേൻ. കഴിഞ്ഞ വർഷം നീ സ്നേഹിച്ചതുപോലെയല്ല നീ ഈ വർഷം സ്നേഹിക്കാൻ പോകുന്നത്. നിന്റെ സ്നേഹത്തിനൊരു വർധനവ് വരും. ഹല്ലേലൂയ. നിന്റെ സ്നേഹത്തിനൊരു വർധനവ് വരും. ഒന്ന് നിന്റെ ഭാര്യയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് പറ, എന്റെ സ്നേഹം വർദ്ധിക്കും. പറ. അയ്യേ, മുഖത്ത് നോക്കുന്നില്ല. അയ്യേ, നോക്കി പറ, എന്റെ സ്നേഹം വർദ്ധിക്കാൻ പോകുന്നു. എന്റെ സ്നേഹം വർദ്ധിക്കാൻ പോകുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. സ്നേഹം തീർന്നോ? എങ്കിൽ പോയിരുന്നാട്ടെ. ആമേൻ.
ഭാര്യമാർ വിദേശത്തിലായിരിക്കുന്നത് ഭാരപ്പെടണ്ട. ഇപ്പൊ തന്നെ ഫോൺ കോൾ ചെയ്ത് വീഡിയോ കോൾ ചെയ്ത് പറ, നിന്റെ സ്നേഹം വർദ്ധിക്കും. ആമേൻ. പ്രിയരെ, അപ്പൊ ചിലർ ചിന്തിക്കുകയാണ്, എനിക്ക് ആരുമില്ലല്ലോ, എനിക്ക് സ്നേഹിക്കാൻ എനിക്ക് ഭർത്താവില്ലല്ലോ. ദാണ്ട ഒരാൾ വിടുന്നില്ല, അവിടെ സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഭാരപ്പെടരുത്, എനിക്ക് ഭർത്താവില്ലല്ലോ, ഭാര്യ. ആമേൻ. ഒരു ഭർത്താവ് സ്നേഹിക്കുന്നതിനേക്കാൾ ആമേൻ നമ്മെ ചേർത്ത് പിടിക്കുന്ന യേശു നമുക്കുണ്ട്. ആമേൻ. ആമേൻ. ഒരു ഭാര്യ ഇല്ലാത്തതിനാൽ ഭാരപ്പെടരുത്. ഒരു ഭാര്യ കരുതുന്നത് പോലെ കരുതുന്ന ഒരു യേശു നമുക്കുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പറഞ്ഞോട്ടെ, എൻ്റെ സ്നേഹം വർദ്ധിക്കും. ആമേൻ. ഇവിടെ ആരെങ്കിലും പിണങ്ങിയിരിക്കുന്നുണ്ടോ? ഇപ്പോൾ തന്നെ ഫോൺ കോൾ ചെയ്ത് വിളിച്ച് പറയണം, ഞാൻ കേട്ടത് സ്നേഹം വർദ്ധിക്കുമെന്നാണ്. ആമേൻ. ഇപ്പം നിരന്നു കൊള്ളണം യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. പിന്നെ എന്തൊക്കെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ വർദ്ധിപ്പിക്കാൻ പോകുന്നത്? ആമേൻ. ഇത് എന്നെ ഏറ്റവും ചിന്തിപ്പിച്ചു. ആമേൻ. സദൃശ്യവാക്യം 13:11 വായിച്ചാട്ടെ. അന്യായമായി സമ്പാദിച്ച് ധനം കുറഞ്ഞു പോയി അധ്വാനിച്ച് സമ്പാദിക്കുന്നവനോ വർദ്ധിച്ചു വരും. കണ്ടോ എന്ത് ചെയ്യും? അവൻ വർദ്ധിച്ചു വരും. ആമേൻ. ഇവിടെ അന്യായമായി ധനം സമ്പാദിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ആമേൻ. എല്ലാവരും എന്നെ നോക്കുകയാണ്. ആമേൻ. ഞാൻ ഇനി ചോദിക്കുന്നു, അധ്വാനിച്ച് സമ്പാദിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. ആമേൻ. ഓ, ഞാൻ കാണുന്ന ഒരു വലിയ കരം യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. വലിയ കരങ്ങളാണത്. ആമേൻ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ. ഇതിൻ്റെ അകത്ത് ബിസിനസ് ചെയ്യുന്നവർ ഒരു നിമിഷം എഴുന്നേറ്റാട്ടെ. ആമേൻ. വേഗത്തിൽ എഴുന്നേറ്റാട്ടെ ബിസിനസ് ചെയ്യുന്നവർ. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ്, ഞാൻ ഇത് എഴുതുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, സിറ്റി ചർച്ച് അധ്വാനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. അവർ വർദ്ധിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഈ വചനം പറയുന്നു, ഞാൻ അധ്വാനിക്കുന്നവന്റെ സമ്പത്തിനെ വർദ്ധിക്കും. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നില്ല എന്ന് ഇന്ന് രാത്രി, ഇന്ന് ഈ പകൽ ദൈവത്തോട് ചോദിക്കണം. നിങ്ങളുടെ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിയാട്ടെ യേശുവിന്റെ നാമത്തിൽ. ആര് ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നവർ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിയാട്ടെ യേശുവിന്റെ നാമത്തിൽ. ദൈവമേ, ഞാൻ അന്യായമായി ഞാൻ പൈസ ഉണ്ടാക്കുന്നില്ല. യേശുവിന്റെ നാമത്തിൽ ഞാൻ കള്ളം പറഞ്ഞ് എൻ്റെ ബിസിനസിനെ വർദ്ധിപ്പിക്കുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് ഈ പകൽക്കാലം കർത്താവേ, ഞാൻ അധ്വാനിച്ച്, ഞാൻ കഷ്ടപ്പെട്ട്, ഞാൻ അധ്വാനിച്ച് ജീവിക്കുന്നു. ഇതിനൊരു വർധനവുണ്ടാകണമേ. കരഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. ഇവരെല്ലാം യൂസഫ് അലികളായി മാറാൻ, അവൻ അംബാനികളായി മാറാൻ, ഇവർ സമ്പത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ. Oh Jesus, receive in the name of Jesus. Receive the increase in the name of Jesus. ഇവരുടെ ബിസിനസ്സുകൾ വർദ്ധിക്കപ്പെടട്ടെ. ആമേൻ. ആമേൻ. പ്രിയരെ, ഇതിനകത്ത് കൂലിപ്പണി ചെയ്യുന്നവർ, ആട്ടോ ഓടുന്നവർ, അധ്വാനിക്കുന്നവർ, ഞാൻ നിങ്ങളെ എഴുന്നേൽപ്പിച്ച നിങ്ങൾ എല്ലാവരും എഴുന്നേൽക്കും. അതുകൊണ്ടാണ് ഞാൻ സ്ലോട്ട് ഇത് ചെയ്തത്, ലിസ്റ്റിട്ട് ഇവരെ വിളിച്ചത്. ആമേൻ. പ്രിയരെ, ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നു, ദൈവം ഈ വർഷം എന്തിൽ നിന്ന് നമ്മെ വർദ്ധിക്കാൻ പോകുന്നു? നാം കൃത്യമായി അധ്വാനിക്കുന്നുണ്ടെങ്കിൽ ദൈവം നമ്മെ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. പിന്നെ എന്തിന് ദൈവം വർദ്ധിപ്പിക്കും? നമ്മുടെ സ്നേഹത്തെ വർദ്ധിപ്പിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. നമ്മുടെ സമാധാനത്തെ വർദ്ധിപ്പിക്കാൻ പോകുന്നു. ദൈവം ദീർഘക്ഷമ നമ്മളിൽ വർദ്ധിപ്പിക്കാൻ പോകുന്നു. തൻ്റെ സമാധാനം നമ്മളിൽ വർദ്ധിപ്പിക്കാൻ പോകുന്നു. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 9:31 നിങ്ങൾക്ക് ഇത് എഴുതി വെക്കണം. ഈ വർഷം നിങ്ങൾ തീരുന്നത് വരെ ഇത് സംസാരിച്ചു കൊണ്ട് ഇരിക്കണം. വായിച്ചാട്ടെ. അങ്ങനെ യഹൂദിയ, ഗലീല, ശമരിയ എന്നീ ദേശങ്ങളൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും they get a spiritual increasement and multiplication. ആമേൻ.
ഞാൻ ഇത് എഴുതുമ്പോൾ ദൈവത്തിൻ്റെ ആത്മ പറഞ്ഞത്, സിറ്റി ചർച്ച് ഈസ് ഗോയിങ് ടു സീ എ സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ. ആമേൻ. നമ്മുടെ സഭ ആത്മീയമായി വളരാൻ പോകുന്നുവെന്ന്. ആമേൻ. ആത്മീയമായി വളരുന്നു എന്ന് കാണാൻ എങ്ങനെ കഴിയും പ്രിയരെ? ആമേൻ. നീ 2 മണിക്കൂർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നീ 4 മണിക്കൂർ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. ആമേൻ. നീ അരമണിക്കൂർ വചനം വായിക്കാൻ തുടങ്ങിയെങ്കിൽ 24-ൽ, നീ 25-ൽ നീ 1 മണിക്കൂർ വചനം ധ്യാനിക്കാൻ തുടങ്ങാം. ആമേൻ. നാം ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയെങ്കിൽ ഹല്ലേലൂയ, ദൈവം നമ്മെ 20 മിനിറ്റിലേക്ക് കൊണ്ടുവരും. നാം 1 മിനിറ്റ് ഒരു വ്യക്തിക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയെങ്കിൽ നമുക്ക് ആത്മീയ വർധനവ് വരുമ്പോൾ നാം 1 മിനിറ്റ് കൂടി അത് 10 മിനിറ്റിലേക്ക് വരും. നമുക്കൊരു വർധനവ് ആത്മീയ കാര്യങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, 25 ദൈവം നമ്മെ അധികം 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 ആത്മീയമായി നമ്മെ വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. പ്രിയരെ, ആത്മീയമായി നാം വർദ്ധിക്കപ്പെടാൻ വേറൊന്നുമില്ല. ആമേൻ. എപ്പോഴും എപ്പോഴും ദൈവസന്നിധിയിൽ വന്നുകൊണ്ടേയിരിക്കണം. 26-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഉപവാസ പ്രാർത്ഥന നടന്നു. ഞാൻ ചോദിക്കുന്നു, ഇവിടെ എത്ര പേർ ആലയത്തിന്റെ പടി ചവിട്ടി? ആമേൻ. എത്ര യുവാക്കന്മാർ നിങ്ങൾ ആലയത്തിൽ കയറി വന്നു 26-ാം തീയതി മുതൽ 31-ാം തീയതി വരെ? ആമേൻ. നാം എങ്ങനെ വർദ്ധിക്കപ്പെടും യേശുവിന്റെ നാമത്തിൽ? എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കഷ്ടത? എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അടി, പിടി, ഗുസ്തി, ബഹളം, നിന്ന? ആമേൻ. ഉപവാസവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നാം ആത്മീയമായി വർദ്ധിക്കപ്പെടണം. ആമേൻ. വീട്ടിൽ കിടക്കേണ്ട വർഷമല്ല 25. ആമേൻ. നാം ആത്മീയമായി വളർന്നു വന്നില്ലെങ്കിൽ നോക്കിക്കോ, ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നമ്മുടെ കുടുംബങ്ങൾ 2ആയി പിളർന്നു പോകും. ആമേൻ. നാം ആത്മീയമായി വളർന്നു വന്നില്ലെങ്കിൽ നമുക്ക് ജനിക്കുന്ന മക്കൾ താന്തോന്നികളായി വളരും. ആമേൻ. ആമേൻ. നാം ആത്മീയമായി വളർന്നില്ലെങ്കിൽ നാം ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോകും. യേശുവിന്റെ നാമത്തിൽ നാം നമ്മുടെ കുഞ്ഞിനെ 25-ൽ ആത്മീയമായി നാം വളർത്തിയില്ലെങ്കിൽ നാളെ അവൻ വേറൊരു ആണുമായി നമ്മുടെ വീട്ടിൽ വരും. ആമേൻ. നാം ആത്മീയമായി നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ ഒരു പെണ്ണുമായി വരും നിന്റെ വീട്ടിൽ, നമ്മുടെ വീട്ടിൽ. ആമേൻ. 25 അങ്ങനെ ഒന്നും ദൈവസഭയിൽ സംഭവിക്കാതിരിക്കാൻ യേശുവിന്റെ നാമത്തിൽ നാം ഉണർന്ന് പ്രാർത്ഥിക്കണം. ദൈവമേ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരു വർധനവ് വരണം. ആമേൻ. സിറ്റി ചർച്ച് കൊടുക്കുന്നവരാണ്. ഈ ആത്മീയ വർധനവ് നമ്മളിലേക്ക് വരുമ്പോൾ നാം ഏറെ കൊടുക്കുന്നവരായി മാറും. പറഞ്ഞാട്ടെ, ഞാൻ ഏറെ കൊടുക്കുന്നവനായി മാറും. പോരാ, അയ്യോ അത് എത്തിയപ്പം അയ്യോ ഒരു ശബ്ദം കുറവ് പോലെ. ഞാൻ ഏറെ കൊടുക്കുന്നവരായി മാറും. ആമേൻ. നാം ഏറെ കൊടുത്താൽ ഏറെ വാരിയെടുക്കും. ആമേൻ. നാം കുറച്ച് കൊടുത്താൽ കുറച്ച് വാരിയെടുക്കാം. ആമേൻ. അതാണ് കൽപ്പന. പറഞ്ഞാട്ടെ, അതാണ് കൽപ്പന യേശുവിന്റെ നാമത്തിൽ. പിന്നെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞത്, സനീഷ് നീ പ്രസംഗിക്കുക, ഈ ജനം കാണും, വരുന്ന ദിവസം ഇത് അവർ അനുഭവിക്കുമെന്ന് പറഞ്ഞു. ആമേൻ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 47-ാം വാക്യം. ആമേൻ. പറഞ്ഞാട്ടെ, വായിച്ചാട്ടെ. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ദിനംപ്രതി സഭയിൽ ചേർത്തുകൊണ്ടേയിരുന്നു. അടുത്തത് അപ്പോസ്തല പ്രവൃത്തി 5:14. മേൽക്കുമേൽ അനവധി പുരുഷന്മാരും സ്ത്രീകളും കർത്താവിൽ വിശ്വസിച്ച് സഭയിൽ ചേർന്നു വന്നു. അപ്പോസ്തല പ്രവൃത്തി 11:21. കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. കർത്താവിന്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. വലിയൊരു കൂട്ടം വിശ്വസിച്ച്, കണ്ടോ, വലിയ ഒരു പുരുഷാരം കർത്താവിൽ വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു വന്നു.
ആമേൻ. ആ പദങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യണം. ഒരു സഭയ്ക്ക് വർധനവ് എപ്പോൾ വരുന്നു? ജനം തിരിഞ്ഞു തുടങ്ങും. പറഞ്ഞാട്ടെ, ജനം തിരിഞ്ഞു തുടങ്ങും. ആമേൻ. എപ്പോ ദൈവസഭയ്ക്ക് വർധനവ് വരും? വിശ്വാസത്തിൽ അവർ ഉറയ്ക്കും ജനം. ആമേൻ. എപ്പോൾ ഹല്ലേലൂയ ദൈവസഭ വർദ്ധിക്കപ്പെടുന്നു? ദിനം പ്രതി ദൈവസഭയുടെ അകത്ത് ആത്മാക്കൾ കയറി വരുമ്പോൾ. ആമേൻ. പ്രിയരെ, ഈ 26-ാം തീയതി മുതലുള്ള ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം എന്നെ പ്രകാശനം ചെയ്തതാണ്. നീ പ്രാർത്ഥിര്, നിനക്കൊരു ഹൃദയമുണ്ടാകാൻ. എന്താണ്? ഒരു ഹൃദയമുണ്ടാകാൻ. കഴിഞ്ഞ ദിവസം ഞാൻ ലിസ്റ്റ് എടുത്തപ്പോൾ 61 കുടുംബങ്ങൾ ദൈവസഭയ്ക്ക് നിന്ന് നഷ്ടമായി പോയി. ആമേൻ. എത്ര കുടുംബങ്ങൾ നമുക്ക് നഷ്ടമായി പോയി? 5 വർഷത്തിനകത്ത് 61 കുടുംബങ്ങൾ നമുക്ക് നഷ്ടമായി പോയി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, നമ്മുടെ കുടുംബം പ്രാർത്ഥിച്ചു, ദൈവം എന്താണ് ഇതിന് കാരണം? അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തിയതാണ്. We don't have an heart to receive them. നമുക്കൊരു ഹൃദയമില്ല നഷ്ടപ്പെട്ടു പോയവരെ വീണ്ടെടുക്കാൻ. ആമേൻ. നിങ്ങൾക്കറിയാമോ, സിറ്റി ചർച്ചിൽ നിന്ന് ഇറങ്ങിപ്പോയ എത്രയോ വീടുകളിൽ നാം ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആമേൻ. ചില മണിക്കൂർ മുമ്പ് ഇവിടെ സെൽ ഗ്രൂപ്പ് മീറ്റിംഗ് നടന്നപ്പോൾ ഒരു ലീഡർ പറഞ്ഞതാണ്, അവരെ നഷ്ടപ്പെട്ടു പോയ, നമ്മുടെ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയ കുടുംബങ്ങളെ പോയി വിസിറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്നത്, പാസ്റ്റർ വന്നില്ലല്ലോ, പാസ്റ്റർ എന്നെ വിളിച്ചില്ലല്ലോ എന്ന്. ആമേൻ. എന്തുകൊണ്ടെന്നറിയാമോ നമുക്ക് ഹൃദയം നഷ്ടപ്പെട്ടു പോയത്? നാം ഏറെ അവർക്ക് വേണ്ടി വിതച്ചു, നാം ഏറെ അവർക്ക് വേണ്ടി കരുതി, നാം അവർക്ക് വേണ്ടി ഏറെ പ്രാർത്ഥിച്ചു. പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നം വന്നപ്പോൾ അവർ നിന്ദിച്ച് പരിഹസിച്ച് ദൈവസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ ഏറെ സമയം മണിക്കൂറുകൾ നമ്മുടെ സമയം മാറ്റി ഇരുന്ന് പ്രാർത്ഥിച്ചത്, അവർക്ക് വേണ്ടി കരുതിയത് അവർ മറന്നുപോയി എന്ന വേദന ഉള്ളിൽ തട്ടിയപ്പോൾ പിന്നെ അങ്ങോട്ട് പോവാതെയായി. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞത്, നമ്മുടെ സഭ വർദ്ധിക്കപ്പെടണമെങ്കിൽ നമുക്കൊരു ഹൃദയം ഉണ്ടായി വരണം. ആമേൻ. അങ്ങനെ ഒരു ഹൃദയം ഉണ്ടായി വന്നാൽ ദൈവം 61 പേരെയും ദൈവത്തിൻ്റെ ആലയത്തിൽ ഈ വർഷം തരും. ആമേൻ. ഒന്ന് ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, നമ്മുടെ സഭയിലെ ശുശ്രൂഷകന്മാർക്ക് ഒരു ഹൃദയം ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ ശുശ്രൂഷകന്മാരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. സിറ്റി ചർച്ചിൻ്റെ അകത്തൊരു വർധനവ് ഉണ്ടാകേണ്ടതിന്, ഹല്ലേലൂയ, പുരുഷന്മാർ കയറി വരേണ്ടതിന്, സ്ത്രീകൾ കയറി വരേണ്ടതിന്, ഹല്ലേലൂയ, നമുക്ക് നഷ്ടപ്പെട്ടു പോയവർ ദൈവത്തിന്റെ ആലയത്തിനകത്ത് കയറി വരേണ്ടതിന്. ഹല്ലേലൂയ. പ്രിയ സിറ്റി ചർച്ചിനോട് ഞാൻ വിളിച്ചു പറയുന്നത്, നിങ്ങൾ ഭാരപ്പെടരുത്. 25 നമ്മുടെ കണ്ണുകൊണ്ട് നാം കാണാൻ പോകുകയാണ് ദൈവസഭ വളരുന്നത്. ആമേൻ. നിങ്ങളൊന്ന് ബാക്കിലോട്ട് നോക്കിയാട്ടെ. എല്ലാവരും ഒന്ന് ബാക്കിലോട്ട് നോക്കിയാട്ടെ. അതിന്റെ ബാക്കിൽ ഒരു ശൂന്യമായി ഒരു 50 ചെയറുകൾ കിടക്കുകയാണ് വെളിയിൽ. ആമേൻ. നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾ ഈ ഹോള് വിട്ടിറങ്ങി പോകുമ്പോൾ നിങ്ങളെ ഫോൺ എടുത്ത് ആ ശൂന്യമായിരിക്കുന്ന സ്ഥലങ്ങൾ ഫോട്ടോ എടുത്തിട്ട് പോകണം. എല്ലാവരും എന്ത് ചെയ്യണം? ആ ശൂന്യമായി കിടക്കുന്ന ചെയറുകൾ ഫോട്ടോ എടുത്തിട്ട് പോകുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? എത്ര പേരെടുക്കും? ആമേൻ. എടുത്തിട്ട് നിങ്ങൾ ഇവിടുന്ന് പോകണം. നിങ്ങൾ നോക്കിക്കോ, ഞാൻ വിശ്വാസത്തോടെ പ്രവചിച്ച് പറയുന്നു, എന്നോട് എടുക്കാൻ പറഞ്ഞ ദൈവത്തിന്റെ വചനം, നീ അനുഗ്രഹിക്കപ്പെടുകയും നീ വർദ്ധിക്കപ്പെടുകയും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ ദൈവത്തിന്റെ ശക്തി, ഹല്ലേലൂയ, ദൈവത്തിന്റെ വാക്ക് ഇന്ന് ഞാൻ സിറ്റി ചർച്ചിനോട് പറയുന്നു. നാം ഫോട്ടോ എടുത്തോണ്ട് പോയി ഈ 25 ഡിസംബർ 31 ആകുമ്പോൾ ആ ബാക്കിൽ കിടക്കുന്ന സകല ചെയറുകളും നസ്രേനായ യേശുവിന്റെ നാമത്തിൽ അവിടെ ഇരിക്കാൻ ദൈവത്തിന്റെ ആത്മാക്കളെ കൊണ്ടുവരുന്ന ആണ്ടാണ് സിറ്റി ചർച്ചിന്റെ 25ാമത്തെ വർഷം. പലർക്കും സന്തോഷമില്ല. കരങ്ങൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, കഴിഞ്ഞ ഞായറാഴ്ച നാം ഒരു വ്യക്തിയും കൂടെ ദൈവത്തിന്റെ ആലയത്തിൽ കൊണ്ടുവരണമെന്ന്. ആമേൻ.
നാം ഒരു വ്യക്തിയും കൂടെ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു വർധനവ് നമ്മുടെ സഭയ്ക്കും നമുക്കും ഉണ്ടാകും. ആമേൻ. പ്രിയരെ, എങ്ങനെ നമുക്ക് വർദ്ധിക്കപ്പെടാൻ കഴിയും? ആമേൻ. ഒന്ന്, വർദ്ധിക്കപ്പെടണമെങ്കിൽ നാം ഓരോ വ്യക്തികളും കാവൽക്കാരായി മാറണം. പറഞ്ഞാട്ടെ, കാവൽക്കാരായി മാറണം. ഒന്ന് ചേർന്ന് സിറ്റി ചർച്ച് പറഞ്ഞാട്ടെ, ഞാനൊരു കാവൽക്കാരനായി മാറും. അല്ലാതെ ഞാനൊരു എന്തെന്ന് പറയാ, അതിനടുത്തൊരു പദം പറ. ഡോഗോ. സിറ്റി ചർച്ച് മുഴുവനും ഈ വർഷം പറയേണ്ടതാണ്, ഞാനൊരു കാവൽക്കാരനായിരിക്കും. ഒരു ഉഴപ്പനാവരുത്. തൊട്ടടുത്തിരിക്കുന്ന തൊട്ട് പറഞ്ഞാട്ടെ, ഉഴപ്പനാവരുത്, കാവൽക്കാരനാകണം. ആമേൻ. കാവൽക്കാരൻ എന്ന് പറഞ്ഞാൽ ഉറ്റുനോക്കുന്നവൻ, പുറത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവൻ. അതാണ് കാവൽക്കാരൻ. ഇന്ത്യൻ സൈന്യം മുഴുവനും ഒരു കാവൽ പടക്കാരല്ലാതെ ഉഴപ്പന്മാരായി ജീവിച്ചിരുന്നുവെങ്കിലോ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഇന്ത്യക്ക് വർദ്ധിക്കാൻ കഴിയുമോ? പറ. ഇന്ത്യ എന്ന മഹാരാജ്യം വർദ്ധിക്കുമോ? നമ്മുടെ ഭടന്മാർ മരിച്ചു വീഴില്ലേ? നമ്മുടെ സമ്പത്ത് വന്ന് അടിച്ചുകൊണ്ട് പോകില്ലേ? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പ്രവചിച്ച് പറയുകയാണ്, നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ കാവൽക്കാരായി മാറണം. ആമേൻ. നമ്മുടെ ധാന്യം, നമ്മുടെ സമ്പത്ത്, നമ്മുടെ മക്കൾ, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആയുസ് ഇതിനെല്ലാം വെല്ലുവിളിക്കുന്ന ശത്രുവിനെ തകർക്കുവാൻ എവിടേക്ക് അവൻ കയറി വരുന്നു എന്ന് ഉറ്റുനോക്കുന്ന കാവൽക്കാരായി സിറ്റി ചർച്ചിലെ ഓരോ കുടുംബങ്ങൾ മാറിയാൽ നമ്മുടെ സമ്പത്തിനെ ശത്രു അടിച്ചോണ്ട് പോകില്ല, നമ്മുടെ മക്കളെ അടിച്ചോണ്ട് പോകില്ല. Because God really need some warriors. Amen. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഒരു കാവൽക്കാരായി മാറണം. ആമേൻ. നിങ്ങളുടെ ജീവിത വിശുദ്ധിയെ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. ആമേൻ. ഹല്ലേലൂയ. ഞാൻ വലിയവരോട് പറയുന്നു, നമ്മുടെ സമ്പത്ത് മറ്റുള്ളവൻ അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ നാം ഒരു കാവൽക്കാരായി മാറണം. ആമേൻ. സ്വന്തം ഭർത്താവിനെ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോവാതിരിക്കാൻ നിങ്ങൾ കാവൽക്കാരായിരിക്കണം. ആമേൻ. സ്വന്തം ഭാര്യമാരെ അടിച്ചുകൊണ്ട് പോവാതിരിക്കാൻ നിങ്ങൾ കാവൽക്കാരായിരിക്കണം. ആമേൻ. പലരും ചിന്തിക്കണം ഇങ്ങനെയാണ്, പോട്ട് വേറെ കെട്ടാലോ എന്ന്. ഞാൻ ഇവിടെ അല്ല, സിറ്റി ചർച്ചിനല്ല പറയുന്നത്, ഞാൻ പുറത്തുള്ളവരെ പറയുന്നു. ആമേൻ. സിറ്റി ചർച്ച്, we should be a watchman. നാം ഒരു കാവൽക്കാരായി മാറണം. എത്രയോ കേസുകൾ സ്വന്തം ഭാര്യയെ മറ്റവൻ കണ്ണിറക്കി കൊണ്ടുപോയി. സ്വന്തം ഭർത്താവ് പോകുമ്പോ സൈഡിൽ നേരത്തെ ചിരിച്ച് കാണിച്ചു കൊടുത്തു. ചേച്ചിയും കൊള്ള, നല്ല ചേട്ടൻ ചിരിച്ച് ഈ കാണിച്ചു കൊടുത്തു, കൊണ്ടുപോയി. ആമേൻ. ആമേൻ. എന്തുകൊണ്ട്? നാം എവിടെയോ തെറ്റിപ്പോയി. നാം ദൃഷ്ടി വെച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ കണ്ണ് മാറിപ്പോയി. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നീ ഒരു കാവൽക്കാരായി മാറണം. ആമേൻ. ഈ വചനം പറയുന്നു, വാഴ്ചകളും അധികാരങ്ങളും ശത്രുവിന്റെ സൈന്യം എപ്പോഴും നമ്മെ ആക്രമിക്കാൻ ഉന്നം വച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ. അതിനെതിരെ ആർ കാവൽക്കാരായി മാറും? ആമേൻ. പാസ്റ്റർ എന്റെ വീട്ടിലെ കാവൽക്കാരനായിക്കൊള്ളട്ടെ. അങ്ങനെ പറയുന്ന കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു കരം ഉയർന്നു അവിടെ. ആമേൻ. പാസ്റ്ററിന്റെ ഭാര്യ എന്റെ വീട്ടിലെ കാവൽക്കാരനായി മാറട്ടെ. എന്റെ ചർച്ചിലെ സ്പിരിച്വൽ ലീഡേഴ്സ്, കോർഡിനേറ്റേഴ്സ് എന്റെ വീട്ടിലെ കാവൽക്കാരനായിക്കൊള്ളട്ടെ എന്ന് പറയുന്ന കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ആമേൻ. ദൈവം നമ്മെ ഓരോരുത്തരും വിളിച്ചിരിക്കുന്നത്, നാം വർദ്ധിക്കപ്പെടണമെങ്കിൽ നാം നമ്മുടെ വീട്ടിന്റെ കാവൽക്കാരായി മാറണം. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്. ആമേൻ.
വീട്ടിൻ്റെ കാവൽക്കാരായി മാറണം. എങ്കിൽ നീ വർദ്ധിക്കപ്പെടും യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. എവിടെ എൻ്റെ പൈസ ചോർന്നു പോകുന്നു, ആമേൻ, എവിടെ എനിക്ക് പാളിച്ച പറ്റി, യേശുവിൻ്റെ നാമത്തിൽ ഓരോ ദിവസം ചെകഞ്ഞ് നാം പരിശോധിക്കുന്ന ദൈവമക്കളായി മാറണം. ആമേൻ. അപ്പോൾ നിന്റെ ജീവിതത്തിൽ വർധന വരും. ആമേൻ. ഞാൻ ബിസിനസ് ചെയ്യുന്ന ദൈവമക്കളോട് പറയുന്നു, നിങ്ങളുടെ പൈസ എവിടെ പോകുന്നെന്ന്, ചോർന്നു പോകുന്നെന്ന് മനസ്സിലാക്കി അതിലൊരു കാവൽക്കാരനായി മാറണം. ആമേൻ. നമ്മുടെ മക്കൾ എവിടെ പോകുന്നു എന്ന് നാം നോക്കി കാവൽക്കാരായി മാറണം. ആമേൻ. നമ്മുടെ ഭർത്താവ്, നമ്മുടെ ഭാര്യ എവിടെ പോകുന്നു എന്ന് നാം നിരീക്ഷിക്കുകയും കാവൽക്കാരായി മാറണം. ആമേൻ. ഹല്ലേലൂയ. അങ്ങനെ മാറുന്നവർ നിങ്ങൾ ഈ വർഷക്കാലം വർദ്ധിക്കപ്പെടും. പറഞ്ഞാട്ടെ, ഞാൻ വർദ്ധിക്കപ്പെടും. അല്ലാതെ വരുമ്പം ഉറങ്ങി കാണിച്ചാൽ, കാവൽക്കാരൻ നിദ്ര കൊണ്ടാൽ എന്ത് സംഭവിക്കും? ആ ദേശം ശത്രു കയ്യിലെടുക്കും. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു 25-ൽ, നീ ഉറങ്ങാതെ, നീ ക്ഷീണം കാണിക്കാതെ നാം ഓരോരുത്തരും ദൈവവചനത്തിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒരു കാവൽക്കാരായി മാറിയാൽ നമ്മുടെ മക്കളെയോ നമ്മുടെ സമ്പത്തിനെയോ നമ്മുടെ ഒന്നിനെയും ശത്രു അപഹരിച്ചു കൊണ്ടുപോകില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് വിളിച്ചു പറയുകയാണ് യേശുവിന്റെ നാമത്തിൽ. അല്ലെങ്കിൽ അനുഭവിച്ചത് തന്നെ. ആമേൻ. സത്യം. ആമേൻ. 25 മാസങ്ങൾക്കിടയിൽ നിങ്ങൾ വന്ന് നമ്മുടെ മുമ്പിൽ കരഞ്ഞ് വിലപിക്കും. ആമേൻ. ഞാൻ പറയുന്നു, നിങ്ങൾ കാവൽക്കാരായി മാറണം. ആമേൻ. നാം ഒന്ന് നമ്മുടെ കുഞ്ഞിൻ്റെ നല്ല പ്രായത്ത് അവന് വേണ്ടി നാം ഒന്ന് കാവൽക്കാരായി മാറിയിരുന്നുവെങ്കിൽ ഇന്ന് ആ കുഞ്ഞ് നമ്മോട് കൂടെ ആരാധിക്കുമായിരുന്നു. ആമേൻ. നമുക്ക് ആയ കാലത്ത് നമ്മുടെ സമ്പത്തിൽ നാം സൂക്ഷ്മമായി പരിശോധിച്ച് കാവൽക്കാരായിരുന്നുവെങ്കിൽ ഇന്ന് നാം സമ്പന്നന്മാരായി മാറുമായിരുന്നു. ആത്മീയമായി വളരാൻ നമുക്ക് സാഹചര്യം കിട്ടിയിട്ടും അത് വേണ്ട, എനിക്ക് ലോകം മതി എന്ന് പറഞ്ഞതുകൊണ്ട് നാം ഇന്ന് ഉഴഞ്ഞ് മറിയുകയാണ്. ആമേൻ. പക്ഷെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ആമേൻ. നിന്റെ താഴ്ചയിൽ നിന്ന് ദൈവം നിന്നെ ഉയർത്താൻ ദൈവം നിന്നെ സ്നേഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. 2 ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞതാണ്, നാം വർദ്ധിക്കപ്പെടണമെങ്കിൽ we should obey the God's commandment. ആമേൻ. ഒബീഡിയൻസ്, അനുസരണം എന്ന് 18 പ്രാവശ്യം ന്യൂ ടെസ്റ്റമെന്റിൽ പറയുന്നു, 81 പ്രാവശ്യം പഴയ നിയമത്തിൽ പറയുന്നു. പക്ഷേ നീ അനുസരിക്കുക എന്ന പദം 1000-ൽ പരം പ്രാവശ്യം വിശുദ്ധ വേദ പുസ്തകത്തിൽ പറയുന്നു. നാം അനുസരിക്കുന്നവരായി മാറണം. ആമേൻ. നാം അനുസരിക്കുമെങ്കിൽ നാം വർദ്ധിക്കപ്പെടും. പറഞ്ഞട്ടെ, ഞാൻ അനുസരിക്കും. ഞാൻ ആരെ അനുസരിക്കും? ഞാൻ ദൈവത്തെ അനുസരിക്കും, ദൈവവചനത്തെ അനുസരിക്കും, ദൈവദാസന്മാരെ അനുസരിക്കും. ആമേൻ. നമ്മുടെ ഇടയിൽ ദൈവദാസന്മാരുടെ ശബ്ദം കേൾക്കാത്ത എത്ര കുടുംബങ്ങൾ പട്ടുപോയി. ആമേൻ. 31-ാം തീയതി പട്ടുപോയി. 2023-ലെ 31-ൽ പട്ടുപോയി. ഇവിടെ ആരാധിക്കാൻ വരാൻ വേണ്ടി ഒരുങ്ങിയപ്പോ അവർ പട്ടുപോയി. അവർ 24-ന്റെ തുടക്കം മാത്രമേ കണ്ടുള്ളൂ, അവസാനം കണ്ടില്ല. ആമേൻ. എന്തുകൊണ്ട്? അവർ അനുസരിച്ചില്ല. ആമേൻ. പ്രിയ ദൈവമക്കളെ, ഞാൻ ഈ വർഷത്തിന്റെ തുടക്കത്തിൽ നിങ്ങളോട് പറയുന്നു, ഈ വർഷത്തിന്റെ തുടക്കം മുതൽ ഇവിടുന്ന് ദൈവത്തിന്റെ ദാസന്മാർ നിങ്ങളോട് പറയുന്ന ഓരോ വചനങ്ങളും നാം ശിരസിന്മേൽ വച്ച് നാം അതിന് അനുസരണയോടെ സ്വീകരിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ അനുഗ്രഹിക്കുകയും നമ്മെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ആമേൻ. അനുസരിക്കുമോ? പറഞ്ഞട്ടെ, തൊട്ടിട്ട് പറ, അനുസരിക്കുമോ അതോ അനുസരണക്കേട് കാണിക്കുമോ?
അതോ അനുസരണക്കേട് കാണിക്കുമോ? ദിനവൃത്താന്ത പുസ്തകം അല്ല, ആവർത്തന പുസ്തകം 30:5 വായിക്കൂ. അനുസരിക്കുന്നവർക്ക് എന്ത് ലഭിക്കുമെന്ന് വായിക്കൂ. നിന്റെ പിതാക്കന്മാർക്ക് കൈവശമായിരിക്കുന്ന നിന്റെ പിതാക്കന്മാർക്ക് കൈവശമാക്കിയിരിക്കുന്നത് ദേശത്തേക്ക് നിന്റെ ദൈവമായ യഹോവ നിന്നെ കൊണ്ടുവരും. പിന്നെ നീ അതിനെ കൈവശമാക്കും. കണ്ടോ, ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടോ? നീ ചിലതിനെ കൈവശമാക്കും. പറഞ്ഞാട്ടെ, നാം ചിലതിനെ കൈവശമാക്കും. നിനക്ക് വിട്ടുപോയത്, നിനക്ക് പിടിക്കാൻ കഴിയാത്തത്, കിട്ടുമെന്ന് ചിന്തിച്ചത്, ലഭിക്കുമെന്ന് ചിന്തിച്ചത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നീ ദൈവത്തിന് മുമ്പിൽ അനുസരിക്കുമെങ്കിൽ, ഈ വചനത്തിന് മുമ്പിൽ അനുസരിക്കുമെങ്കിൽ, ദൈവദാസന് മുമ്പിൽ അനുസരിക്കുമെങ്കിൽ, നിന്റെ പിതാക്കന്മാർക്ക് നഷ്ടമായി പോയത്, അവരുടെ അവകാശങ്ങൾ നഷ്ടമായി പോയിട്ടുണ്ടെങ്കിൽ, നീ അതിനെ പിടിച്ചെടുക്കുമെന്ന്. ആമേൻ. പിന്നെ താഴോട്ട് വരും മക്കളെ. പിന്നെന്താ പറയുന്നവിടെ? അവൻ നിനക്ക് ഗുണം ചെയ്ത് നിന്റെ പിതാക്കന്മാരെക്കാൾ നിന്നെ വർദ്ധിപ്പിക്കും. നിന്റെ പിതാക്കന്മാരെക്കാൾ നിന്റെ ദൈവമായ യഹോവ നിന്നെ വർദ്ധിപ്പിക്കും. പറഞ്ഞാട്ടെ, എന്റെ പിതാക്കന്മാരെക്കാൾ. അതൊന്നും പറയൂല. എനിക്ക് എന്റെ പിതാവിനെ പോലെ ആയ മതി. അതാണ്. പറഞ്ഞാട്ടെ, എന്റെ പിതാക്കന്മാരെക്കാൾ ഞാൻ വർദ്ധിക്കപ്പെടും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ പാസ്റ്റർ ഡേവിഡിനെ പോലെ ഞാൻ വർദ്ധിക്കണമെന്ന്? ഒരിക്കലുമില്ല. ആമേൻ. എൻ്റെ പപ്പയെ പോലെ എനിക്ക് വർദ്ധിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ പിതാവിനേക്കാൾ ഞാൻ അനുഗ്രഹിക്കപ്പെടണമെന്നാണ്. ആമേൻ. എൻ്റെ പിതാവിനേക്കാൾ ഞാൻ വർദ്ധിക്കപ്പെടണമെന്നാണ്. ആമേൻ. അദ്ദേഹം UK പോയാൽ ഞാൻ UK 10 പ്രാവശ്യം പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആമേൻ. അസൂയല്ല, ദൈവത്തിന്റെ വചനമാണ്. ആമേൻ. നാം ഒരു മൂട് പടം പോലെ, നാം ഒരു കെട്ടപ്പെട്ടവരെ പോലെയാണ്. എൻ്റെ അപ്പൻ ഇതുവരെ പോയുള്ളൂ, ഞാൻ ഇതുവരെ പോയാൽ മതി. ആമേൻ. ഞാൻ ഇതുവരെ പോയുള്ളൂ, എൻ്റെ മക്കളും ഇതുവരെ പോയാൽ മതി. ആമേൻ. ചില പിതാക്കന്മാർ അങ്ങനെയാണ്. ആമേൻ. ചില കുടുംബക്കാർ അങ്ങനെയാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, അതിനെല്ലാം ഇന്ന് ചവിട്ടി പൊട്ടിച്ച് കളയണം. ആമേൻ. നുറുങ്ങിയ ചിന്തകൾ, ഇടുങ്ങിയ ചിന്തകൾ, ഇതിനൊക്കെ തകർത്തുകൊണ്ട് വിശ്വാസത്തോടെ പ്രഖ്യാപിക്കണം, എൻ്റെ പിതാക്കന്മാരെക്കാൾ, എൻ്റെ ചാർച്ചക്കാരെക്കാൾ, എൻ്റെ ബന്ധുക്കളെക്കാൾ ഞാൻ വർദ്ധിക്കപ്പെടും. ആമേൻ. യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ വർദ്ധിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആമേൻ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എന്ത് വർദ്ധിക്കപ്പെടണം ഇന്ന് ഈ രാത്രികാലം, ഈ രാവിലെ? പറഞ്ഞാട്ടെ. ഈ 1 മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളുടെ വിശുദ്ധ കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് പറ, ദൈവമേ, ഇന്നത് എനിക്ക് വേണ്ടി വർദ്ധിക്കണം. പറഞ്ഞാട്ടെ. നിങ്ങളുടെ വാ തുറന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നു, നിന്റെ നാവിൽ അനുഗ്രഹവും ജീവനും ഇരിക്കുന്നു. ആമേൻ. ഞാൻ ഇത് എഴുതിയപ്പോൾ കുറെ എന്നെ വർദ്ധിപ്പിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആമേൻ. 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 അതുകൊണ്ട് എനിക്ക് ഭയങ്കര ധൈര്യമുണ്ട്. ഞാൻ നിങ്ങൾക്ക് അവസരം തരികയാണ്. വാ തുറന്ന് പറ, ദൈവമേ, എന്നെ ഇതിൽ അനുഗ്രഹിക്കണമേ, ദൈവമേ, ഇതിൽ എന്നെ വർദ്ധിപ്പിക്കണമെന്ന് പറ. ആമേൻ. ചിലവർക്ക് ഇരിപ്പ് ഉറക്കണില്ല. ഉറക്കം. 12 മാസം ഉറക്കം തന്ന ദൈവം, 12 മാസം കട്ടിലിൽ കിടക്കാൻ ദൈവം അവസരം കൊടുത്തതിന്, ദൈവത്തിന് മുന്നിൽ ഇരിക്കാൻ അവർക്ക് ഇരിപ്പ് ഉറക്കുന്നില്ല. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഇരിപ്പുറയ്ക്കണ്ട. ആമേൻ. ദൈവം ഒരു നാൾ നിന്നെ ഇരുത്തും. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. 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 യേശുവിൻ്റെ നാമത്തിൽ. പ്രിയരെ, നമ്മുടെ പാപം വർദ്ധിക്കപ്പെടരുത്. ആമേൻ. നമ്മുടെ കുറ്റങ്ങൾ വർദ്ധിക്കപ്പെടരുത് ഈ വർഷം. ആമേൻ. നമ്മുടെ നുണ എന്ന ജീവിതം വർദ്ധിക്കപ്പെടരുത് ഈ വർഷം. തലേ തൊട്ട് പറ,
ദൈവമേ, എൻ്റെ ശാപം എന്നിൽ വർദ്ധിക്കരുതേ, എന്നിലുള്ള പാപം വർദ്ധിക്കരുതേ, എന്നിലുള്ള അനുസരണക്കേട് വർദ്ധിക്കരുതേ. എന്റെ ലൈവ് കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ മദ്യപാന ശീലം വർദ്ധിക്കരുതേ. ആമേൻ. ആരും കാണാതെ ചുണ്ടിന്റെ ഇടയിൽ വയ്ക്കുന്നത് വർദ്ധിക്കരുതേ. ആമേൻ, ആമേൻ. യേശുവിന്റെ നാമത്തിൽ എന്റെ നാവിനെ ചീത്ത വിളിക്കാൻ വർദ്ധിപ്പിക്കരുതേ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ഹല്ലേലൂയ. കൈവിട്ട ജീവിതം നയിക്കാൻ യേശുവിന്റെ നാമത്തിൽ. പലരെ നിന്ദിക്കുന്ന വാക്കുകൾ എന്റെ വാവിൽ വർദ്ധിച്ചു വരരുതേ. ആമേൻ, യേശുവിന്റെ നാമത്തിൽ. പിതാവേ, നിന്റെ ജനത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ടെ. സമയം അതിക്രമിച്ചു പോയി. ഹല്ലേലൂയ. ഈ വിശ്വാസത്തോടും ഈ പ്രത്യാശയോടും ഒന്ന് പറഞ്ഞാട്ടെ. ചിലർ ബാക്കിൽ നിന്ന് വാ പോ വാ പോ വാ പോ എന്ന് വിളിക്കുകയാണ്. ആമേൻ. എല്ലാവരും ഇതിൻ്റെ അകത്ത് കയറി പ്രാർത്ഥിച്ചോളണം യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ, യേശുവിന്റെ നാമത്തിൽ. എവിടെ വോളണ്ടിയേഴ്സ് എവിടെ? എല്ലാവരും അകത്ത് കയറ്റ് യേശുവിന്റെ നാമത്തിൽ. എല്ലാവരും അകത്ത് കയറ്റ് യേശുവിന്റെ നാമത്തിൽ. അവർ വീട്ടിൽ പോയി കളിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഒറ്റണ വെളി നിൽക്കരുത് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ. ഇവിടെ വർധനവിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. പറഞ്ഞാട്ടെ, എന്റെ ജീവിതത്തിൽ ശാപം വർദ്ധിക്കില്ല, എന്റെ ജീവിതത്തിൽ പാപം വർദ്ധിക്കില്ല, എന്റെ ജീവിതത്തിൽ ദുർനടപ്പ് വർദ്ധിക്കില്ല, എന്റെ ജീവിതത്തിൽ രഹസ്യ പാപം വർദ്ധിക്കപ്പെടില്ല യേശുവിന്റെ നാമത്തിൽ. എന്റെ ജീവിതത്തിൽ ശത്രുവിന്റെ ആക്രമണങ്ങൾ വർദ്ധിക്കപ്പെടില്ല ഈ വർഷം. ഞാൻ ഈ വർഷം അനുഗ്രഹിക്കപ്പെടുകയും ഞാൻ പെരുകയും അധികമായി പെരുക തന്നെ ചെയ്യും യേശുവിന്റെ നാമത്തിൽ. കരങ്ങളെ തട്ടി സ്വീകരിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോകുകയാണ്. അത് നിയമിക്കപ്പെട്ടവർ മുന്നിലേക്ക് വന്ന് ആരാധന നിയന്ത്രിച്ചാട്ടെ, ആരാധിച്ചാട്ടെ. ഈ വർഷക്കാലം ഞാൻ വർദ്ധിക്കപ്പെടുക മാത്രമല്ല, ഞാൻ പെരുകാൻ പോകുകയാണ്. യേശുവിന്റെ നാമം ഞാൻ പെരുകാൻ പോകുകയാണ്. പ്രിയരെ, ഞാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. പ്രിയ പ്രേമനൻ സാറേ, വേഗത്തിൽ 1 മണിയായി, ഒന്ന് വേഗത്തിൽ ആ പേപ്പർ ഒന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാമോ? പെട്ടെന്ന് വേഗത്തിൽ. യേശുവിന്റെ നാമത്തിൽ. ആമേൻ. വേഗത്തിലൊന്ന് എല്ലാവർക്കും നിതിൻ ചേട്ടാ ഒന്ന് ഇവർ സപ്ലൈ ഒന്ന് ചെയ്യും. നിങ്ങൾക്കൊരു ആത്മീയ മർമ്മ ഞാൻ പറയാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. വേഗത്തിൽ, വലിയവർക്ക് മാത്രം ഒന്ന് വേഗത്തിൽ കൊടുത്താട്ടെ യേശുവിന്റെ നാമത്തിൽ. വേഗത്തിൽ. പ്രിയരെ, നിങ്ങൾ മനസ്സിലാക്കാൻ പോകുകയാണ് ഒരു കാര്യം. ഒരു പേപ്പർ എനിക്ക് താ. ആമേൻ. ഞാൻ ഈ പ്രസംഗം എഴുതുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞതാണ്, സിറ്റി ചർച്ചിനോട് നീ ഇത് പറ. നീ ഒരു കീറിയ ജീവിതമാണോ? നീ ഒരു പേപ്പർ കീറപ്പെടുന്നത് പോലെ നിന്റെ ജീവിതം, നിന്റെ മക്കൾ ഇങ്ങനെ കീറി പോകുന്നതാണോ? ആമേൻ. എല്ലാവരും ഒന്ന് കീറിയ നിങ്ങളുടെ പേപ്പർ. ഇത് നിങ്ങളുടെ ജീവിതമാണെന്ന് കരുതി ഒന്ന് കീറൂ. രോഗം വന്ന് നിന്റെ ശരീരം കീറിപ്പോയോ? ആമേൻ. നിന്ദിക്കപ്പെട്ട് നീ പലരുടെ മുമ്പിൽ നീ കീറപ്പെട്ടോ? കീറ്, വേഗത്തിൽ കീറ് യേശുവിന്റെ നാമത്തിൽ. നീ പരിഹസിക്കപ്പെട്ട് കീറപ്പെട്ടോ? ആമേൻ. കീറിയോ? എന്നിട്ട് നിങ്ങൾ കൂട്ട് മക്കളെ. കീറിയതിനെ കൂട്ടു. നിങ്ങൾ കൂട്ട്. 1 2 3
4, 5, 6, 7, 8. ഇതാണ് വർദ്ധനവ്. കണ്ടോ? നിന്നെ കീറിയാലും, നിന്നെ പരിഹസിച്ചാലും, നീ നുറുക്കപ്പെട്ടാലും ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ആ കീറിയ പേപ്പറുകൾ ഒന്ന് ഇറങ്ങി ഇങ്ങനെ എറി പ്രിയരെ, എറി. കണ്ടോ? നീ കീറപ്പെട്ടപ്പോ നീ വർദ്ധിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. നീ കീറപ്പെട്ടുകൊണ്ടിരുന്നപ്പോ നിന്റെ ജീവിതം വർദ്ധിക്കപ്പെട്ടിരുന്നു. കമോൺ, ദൈവത്തെ സ്തുതിച്ചാട്ടെ. വെറുതെ അല്ല ഞാൻ പറഞ്ഞത്, ഈ വർഷം വർദ്ധിക്കപ്പെടുന്ന വർഷമെന്ന്. കീറും തോറും നീ വർദ്ധിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. പറഞ്ഞാട്ടെ, ഞാൻ കീറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ വർദ്ധിക്കപ്പെടും. ഞാൻ കീറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും എന്റെ സമ്പത്ത് വർദ്ധിക്കപ്പെടും. ഞാൻ കീറപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും എന്റെ മക്കൾ വർദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കും. സിറ്റി ചർച്ച് പാസ്റ്റർ ഡേവിഡിന്റെ കുടുംബത്തെ കീറിയതാ. പാസ്റ്റർ ഡേവിഡിന്റെ പൊസിഷനെ പലരും കീറിയതാ. പാസ്റ്റർ ഡേവിഡിന്റെ യാത്രകളെ പലരും കീറിയതാ. ആമേൻ. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഈ ജനം കീറിക്കൊണ്ടിരിക്കുമ്പോ നാം വർദ്ധിക്കപ്പെട്ടുകൊണ്ടിരുന്നു. നമ്മുടെ കാറിന്റെ ചില്ല് അടിച്ച് പൊട്ടിച്ചപ്പോ നമുക്ക് 2 കാറായി. നമ്മുടെ കാറുകൾ മറിച്ചിട്ട് ടയറുകൾ പൊത്തയിട്ടപ്പോ ദൈവം നമുക്ക് 4ഉം 5ഉം കാറുകൾ തന്നുകൊണ്ടേയിരുന്നു. നമ്മുടെ വീട്ടിൽ രക്തം തളിച്ച് മന്ത്രം ചെയ്തപ്പോ ദൈവം 3 നിലയായി നമ്മെ വർദ്ധിപ്പിച്ചു. ആമേൻ. ഒരു നിലം തരാതെ നമ്മെ പറ്റിച്ച് നമ്മുടെ ജീവിതം ഒരു കീറിയ അവസ്ഥയായപ്പോ ദൈവം നമുക്ക് നിലങ്ങളെ തന്നു. ആമേൻ. ആ ദൈവത്തെയാണ് ഞാൻ നിങ്ങളോട് വിളിച്ചു പറഞ്ഞത്. നാം കീറപ്പെട്ട ജീവിതമാണെങ്കിലും നിന്റെ കീറപ്പെട്ട ജീവിതം ഒരു വർദ്ധനവിന്റെ ജീവിതമായി മാറും. Come on, worship our God. കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഓ റബശരരാ. ഓ സന്തോഷമുള്ളവർ, ഈ വർഷം എന്റെ വർദ്ധനവിന്റെ വർഷം. ഈ വർഷം എന്റെ ജീവിതത്തിന്റെ ഉയർച്ചയുടെ വർഷം. ഓ ഓ എനിക്കെന്റെ ആശ്രയമേ ശുവത്രേ സർവശക്ത